അസ്സലാമു അലൈക്കും. താലിമ്യങ്ങളും മറ്റു മുഅ്മിനീങ്ങളും അറിയാൻ വേണ്ടി അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളെ പെടുത്തി തരുമാറാകട്ടെ. ഈ പറഞ്ഞ വിഷയത്തിന്റെ മറ്റൊരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ദിമ്മത്തിന്റെ ആളുകൾ എന്ന്, അതായത് മുഅ്മിനീങ്ങളോട് മുസ്ലിമീങ്ങളോട് ശത്രുത ഇല്ലാത്ത അമുസ്ലിമീങ്ങൾ, അതാണ് ഉദ്ദേശം. ഹദീസിൽ കാണാം, വറുവിയ അൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു റഅ റജുലൻ മിൻ അഹ്ലി ദിമ്മത്തി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദിമ്മത്തിന്റെ ആളിൽപ്പെട്ട ഒരാളെ കണ്ടു. ദിമ്മത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട് എതിർപ്പില്ലാത്ത അമുസ്ലിമീങ്ങളാകുന്ന ആളുകളാണ്, ജൂതന്മാരാണ്, അല്ലാത്ത ആളുകളുമാണ്. അങ്ങനത്തെ ഒരാൾ ഉമർ ഖത്താബ് കാണുകയാണ്. യസ്അലു അലാ അബ്വാബിന്നാസ്, മദീന പള്ളിന്റെ ഗേറ്റിന്മേൽ നിന്ന് ആളുകളോട് കൈകാട്ടി യാചിക്കുകയാണ് അദ്ദേഹം. ഓവ ശൈഖുൻ കബീർ, എമ്പാടും വയസ്സുള്ളൊരു വൃദ്ധനാണ് ഇദ്ദേഹം. അങ്ങനെ അപ്പൊ ഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു, ആ മനുഷ്യനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ അൻസബ്നാക അഖദ്നാ മിൻക ജിസിയത മാ ദുംത ശാബ്ബാ, ഞങ്ങൾ എന്നോട് നീ യുവാവായ സമയത്ത് ഇവിടെ ജീവിക്കാൻ നിന്നോട് ഞങ്ങൾ നികുതി ആവശ്യപ്പെട്ടു, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങളന്ന് നീതിത്തമാ ചെയ്തത്. സുമ്മ തയ്യാനാക്കൽ യൗമ, ഇന്ന് ഞങ്ങൾ നിനക്ക് അത് ഒഴിവാക്കി തന്നിരിക്കുക, കാരണം നിനക്ക് തരാൻ കഴിയൂലല്ലോ, വയസ്സനല്ലേ. എന്നിട്ട് ഉമർ ഖത്താബ് എന്ത് ചെയ്തു? വാമറ, ഉമർ ഖത്താബ് റളിയല്ലാഹു ശേഷമുള്ള ആളുകൾ പറയാണ്, ബിഅൻ യജ്രി അലൈഹി ഖൂതുഹു മിൻ ബൈതി മാലിൽ മുസ്ലിമീൻ, അമുസ്ലിമീങ്ങളാകുന്ന, മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്താത്ത അമുസ്ലിമീങ്ങളാകുന്ന ആളുകൾപ്പെട്ട ഈ വയോവൃദ്ധന മനുഷ്യന് മുസ്ലിമീങ്ങളുടെ പൊതുഫണ്ടിൽ നിന്നിട്ട് ചെലവ് കൊടുക്കാൻ ആരാ കൽപ്പിക്കുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ലോകം ഉറപ്പിച്ച അമീർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആളുകളെ നോക്കിയിട്ട് ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര സഹായം തന്നെ പൊന്നല്ലേ കൃപ ചെയ്യാം. അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നഹു ഖാല റഅയ്തു ഉമർ റളിയല്ലാഹു അൻഹു അലാ ഖത്ബിൻ, ഞാൻ ഉമർ ഖത്താബിനെ ഒരു കുന്നുമ്മ കണ്ട്. ആര് പറയാ? അലിയാര് പറയാ. വഹുവ യഅ്ദു ബിൽ അബ്തഹി, ആ കുന്നുമെന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്നത് കാണും. ഫഖുൽതു ലഹു, അലിയാരാകുന്ന ഞാൻ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ഉമർ ഖത്താബേ, അയിന തസീറു, നിങ്ങൾ എന്താണ് കുന്നിന്റെ മുകളിൽ ഇറങ്ങുന്ന ഇങ്ങനെയുള്ള കളി എന്താണ്? ഫഖാല, ഉമർ ഖത്താബ് പറയാ, ബഈറുൻ നദ്ദ മിന സ്വദഖത്തി ഫഅന അത്ലുബുഹു, സകാത്തിന്റെ ഒട്ടകങ്ങൾ ഇവിടെ കൊണ്ടുകെട്ടിയിരുന്നു ജനങ്ങൾക്ക് കൊടുക്കാൻ. ആ ഒട്ടകത്തിൽപ്പെട്ട ഒരു ഒട്ടകം ഓടി മറിഞ്ഞു കളഞ്ഞു, ഞാനതിനെ കാണുന്നില്ല, അന്വേഷിച്ച് നോക്കാണ്. ഫാനാത്തുലുബ്, ഞാനതിനെ പോയി നോക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ചെയ്യോ? പോയി നോക്കുവോ? അല്ലെങ്കിൽ പേടിണ്ടോ? അല്ലെങ്കിൽ അത് അന്വേഷിച്ച് നോക്കണോ? ഇപ്പൊ ഭരിക്കുന്ന ആളുകൾ തന്നെ പല കോയകളും മറ്റും മറിച്ചും നടത്തുന്ന കാലല്ലേ, മറ്റുള്ളവർ ആളുകളെ വഞ്ചിക്കുന്ന കാലല്ലേ, എങ്ങനെ രക്ഷപ്പെടും? വഖുൽതു ലഹു, അങ്ങനെ അലിയാരാകുന്നു ഞാൻ പറഞ്ഞു ഉമർ ഖത്താബിനോട്, ലഖദ് അദ്ലതൽ ഖുലഫാ മിൻ ബഅദിക, ഉമർ ഖത്താബ്, നിങ്ങളെ ശേഷമുള്ള ആളുകൾക്ക് പ്രയാസമാണ് നിങ്ങൾ കൊണ്ടുണ്ടാകുക, കാരണം എന്താ, അവരിങ്ങനെ ചെയ്യണ്ടേ. ഫഖാല, ഉമർ ഖത്താബ് പറയാണ്, ലാ തലുംനി യാ അബല്ലസനി, അലിയാരോ നിങ്ങൾ എന്നെ ശപിക്കരുതേ. ഫവല്ലദീ ബഅദ മുഹമ്മദൻ ബിന്നുബുവ്വത്തി, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തആല നബിയാക്കി അയച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഇനാഖൻ ദഹബ ബിശാത്തിൽ ഫറാത്തി, ഈ മരുഭൂമി വെച്ച് ഏതെങ്കിലും ഒരു ആടിന്റെ മക്കൾ തന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ലഉഖിദ ബിഹാ ഉമറു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഉമർ ആകുന്ന എന്നെ പിടിക്കപ്പെടൂലേ, അള്ളാഹുവിനെ അതുകൊണ്ട് ശിക്ഷിക്കൂലേ. സക്കാത്തിൽ നിന്ന് ആടിന്റെ കുട്ടി നഷ്ടപ്പെട്ടാലും കാരണം എന്തെന്നറിയോ, ലിവാലിൻ ലയ്യാൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ മുതല് നഷ്ടപ്പെടുത്തിയത് ആ ആളുകളുണ്ടല്ല, മുസ്ലിമീങ്ങൾക്ക് കിട്ടേണ്ട ഹക്കുകൾ കിട്ടാതായി പോയ കാരണത്താൽ എന്നെ ശിക്ഷിക്കപ്പെടൂലേ, എനിക്ക് യാതൊരു ബഹുമാനവും ഉണ്ടാവില്ലല്ലോ. വലാലി ഫാസിഖിൻ റബ്ബൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ പേടിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾക്കും ഇവിടെ എന്തില്ല, രക്ഷല്ല.
യാതൊരു ബഹുമാനവും ആദരവും സ്ഥാനവും ഉണ്ടാവില്ല. അങ്ങനത്തെ സംഭവമാണ്. അതുകൊണ്ട് ഞാൻ വലിയ ആളാണ്, ഭരണകർത്താവാണ് എന്നൊന്നുമല്ല. അള്ളാഹുവിന്റെ ശിക്ഷ പേടിച്ചിട്ട്, അള്ളാഹുവിന്റെ അദാബ് പേടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. മുസ്ലിമീങ്ങൾക്ക് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കൂടാലോ ഉണ്ടോ. അപ്പൊ അത്രയും ജനങ്ങൾ ഒരാളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുക്കപ്പെടുന്ന ആള് എല്ലാവർക്കും ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അല്ലാതെ ഉപദ്രവമുള്ള ഒന്നും ചെയ്യുന്നത് ഇസ്ലാം അംഗീകരിച്ചത് അല്ല. അതേ പ്രകാരം വാനിൽ ഹസനി റളിയല്ലാഹു അൻഹു, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി പറയാ, ബുദലാഉ ഉമ്മത്തി ലാ യദ്ഖുലൂന ജന്നത ബികത്റതി സ്വലാത്തിൻ വലാ സിയാം. എൻ്റെ സമൂഹത്തിൽപ്പെട്ട എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതായ സ്വാലിഹ്യങ്ങള്, അള്ളാഹുവിന്റെ ദാസന്മാര്, അള്ളാഹുവിന്റെ ആബിദീങ്ങൾ, അവര് സ്വർഗത്തിൽ കടക്കുന്നത് കൂടുതൽ നിസ്കരിച്ചോ നോമ്പോറ്റത് കൊണ്ടല്ല. പിന്നെ വലാകിൻ യർഹമുഹുമുല്ലാഹു തആല ബിസലാമത്തി സുദൂരി, അള്ളാഹു അവർക്ക് കൃപ ചെയ്യുകയാണ് അങ്ങനെ അവരെ ഹൃദയം നന്നാക്കൽ കൊണ്ട്. യാതൊരു കളങ്കവും യാതൊരു കലർപ്പില്ലാത്ത ഹൃദയം അവർക്ക് ഉണ്ടാകാം. വസഹാബത്തി നഫ്സി, അവരെ ശരീരം മുഴുവനും മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം. വറഹ്മത്തിൽ ജമീൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിമീങ്ങളോടും എല്ലാ ജനങ്ങളോടും കൃപ കാണിക്കുന്ന ഹൃദയമോ അക്കാരണത്താൽ അവരെന്ത് ചെയ്യുന്നത് സ്വർഗത്തിൽ കിടക്കുന്ന, അല്ലാതെ അവർ കൂടുതൽ നിസ്കാരം നോമ്പ് ഉണ്ടായിട്ടല്ല ഹദീസിൽ കാണാം. അതുകൊണ്ട് ആ നിലക്കുള്ള ഹൃദയം നമുക്ക് ഉണ്ടാവേണ്ടത്. അതേ പ്രകാരത്തിൽ തന്നെ ഹദീസിൽ കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറയാണ്, അർബഉം മിൻ ഹഖ്ഖിൽ മുസ്ലിമീന, 4 കാര്യം മുസ്ലിമീങ്ങൾക്ക് ചെയ്യുന്ന കടപ്പാടാ. എന്താ? അലൈക അൻ തുഈന മുഹ്സിനഹും, മുസ്ലിമീങ്ങളിൽ നിന്ന് നല്ലവരാകുന്ന ആളുകളെ നീ എന്താക്കുക, സഹായിക്കുക. വാൻ തസ്തഗ്ഫിറ ലിമുദ്നിബിഹിം, കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് നീ പൊറുക്കലിനെ തേടുക, മറ്റുള്ളവർക്ക് നീ നന്മ പറയാം. വാൻ തദുഅലി മുദ്ബിരിഹിം, അവരിൽ നിന്നിട്ട് പിന്നിട്ട് ഓടുന്ന യുദ്ധത്തിലൊക്കെയും അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി നീ ദ്വാരച്ചിക്ക. വാൻ തുഹിബ്ബ തായിബഹും, അവരിൽ നിന്ന് തൗബ ചെയ്ത ആളുകൾക്ക് നീ സ്നേഹിക്കാം. ഇതാണ് നീ ചെയ്യേണ്ട 4 കാര്യം ഹദീസിൽ കാണാം. അല്ലാഹു തആല ആ നിലക്കുള്ള ജീവിതം നമുക്കൊക്കെ നൽകി തരുമാറാകട്ടെ. അതേ പ്രകാരം ഹദീസിൽ കാണാം, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, മാ മിൻ നബിയിൻ ഇല്ലാ ഖദ് റആ, ഉണ്ടോ, ഒരു നബിയും അല്ലാഹു തആല അയച്ചിട്ടില്ല ആടിനെ മേക്കാണ്ട്. എന്താ അതിന്റെ രഹസ്യം? ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, വഅന്ത ഖദ് റഅയ്ത, തങ്ങളും ആട് മേച്ചിനോ? ആടിനെ അല്ലാഹു തആല തന്നിട്ട് ആടിനെ കൊണ്ടിറക്കും, തീറ്റ കൊടുക്കലും അതിന് പാല് കറക്കലും അതിന് വെള്ളം കൊടുക്കലും കൂട്ടുകയറ്റലും കൂട്ടും നിറക്കലൊക്കെ ഉണ്ടായി തങ്ങള്. ഞാൻ ഫാന ഖദ് റഅയ്തു, ഞാനും അങ്ങനെ തന്നെ എന്താക്കിയിട്ടുണ്ട്, ഞാൻ ആടിനെ വെച്ചിട്ടുണ്ട്. അബുൽ ഫഖീഹ് ലൈസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞു കാണാൻ കഴിയും, അൽ ഹിക്മത്തു ഫീ റഅയിൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി അലൈഹിം വസലാമുഹു, അള്ളാഹുവിന്റെ സലാത്തും സലാമും അമ്പിയാക്കന്മാരുടെ മേലുണ്ട്. ആവട്ടെ അങ്ങനത്തെ നബിമാർക്ക് അള്ളാഹു തആല ആടിനെ മേക്കാൻ കൊടുത്തതിലുള്ളതായ ഹിക്മത്ത്, അതിനകത്തുള്ളതായ യുക്തി എന്താ? അന്നല്ലാഹു തആല ഇബ്തലാഹും അലൽ മഹായിമി, അള്ളാഹു തആല അവരെ നാൽക്കാലികളെ മേൽ പരിശോധിച്ചു. അവൻ ആദ്യമേ എന്തിനാണ്? ഹത്താ തദ്ഹറ ശഫഖത്തുഹും അലാ ഖൽഖിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികൾ അല്ലെങ്കിൽ ആ നബിമാർ മേക്കുന്ന ആളുകൾ അവരെ മേൽ അവരുടെ സ്നേഹം, നബിമാരുടെ സ്നേഹം എത്രയുണ്ട് എന്ന് അള്ളാഹു തആലക്ക് മനസ്സിലാവാൻ വേണ്ടിയും അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയുമാണ്. വഹുവ അഅലമു ബിഹിം വഇദാ വജദഹും മുസ്ഫിഖീന അലൽ ബഹായിമി ജഅലഹും അംബിയാ, നാൽക്കാലികളാവുന്ന ആടുകൾക്ക് അവർ സ്നേഹം കാണിക്കുന്നു, മമത കാണിക്കുന്നു, പ്രിയം കാണിക്കുന്നു, വാത്സല്യം കാണിക്കുന്നു എങ്കിൽ അള്ളാഹു അവരെ നബിമാരാക്കുന്നു. വജഅലഹും മുസല്ലിഖീന അലാ ബനി ആദമ ഫി അംരി ദീനിഹിം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ ദീനിന്റെ കാര്യത്തിൽ അവരെ അള്ളാഹു തആല രാജാക്കന്മാരാക്കി, ഉപദേഷ്ടന്മാരാക്കി, മുഅല്ലിമീങ്ങളാക്കി അള്ളാഹു തആല അവരെ രൂപാന്തരപ്പെടുത്തുന്നു. അതാണ് അതിനകത്തുള്ള രഹസ്യം. മറ്റൊരു ഹദീസിൽ കാണാം, റവിയ അന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാൽ, മൂസ നബി പറയാണ്, യാ റബ്ബി ബി അയ്യി ശൈഇൻ ഇത്തഖത്തനി സഫിയ്യ, മൂസ നബി ചോദിക്കുന്നു, പടച്ചോനെ ഇന്നെ സഫിയ്യാക്കി കലീമാക്കി വലിയ പദവി എനിക്ക് തന്നില്ലേ, നീ ഇന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞ് ഇനി ഞാനും സംസാരിച്ച ആളെന്ന് പറഞ്ഞു, അങ്ങനെ വലിയ പദവിയിൽ നീ എത്തിച്ചില്ലേ, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എത്തിച്ചത്? കാല പഠിച്ചോൻ പറയാം, റഹ്മത്തുക അലാ ഖൽഖി, നീ എന്റെ സൃഷ്ടിക്ക് വല്ലാതെ സ്നേഹം കാണിച്ച മനുഷ്യനെ, വാത്സല്യം കാണിച്ച മനുഷ്യനെ, അതുകൊണ്ടാണ് മൂസ ഞാൻ എന്താക്കിയത്. സംഗതി മൂസാബി ഭയങ്കര ദേഷ്യമുള്ള ആളാണ്, ഭയങ്കര. ഒരു ദിവസം ഈ തൗറാത്തായിട്ട് വന്ന്, പിന്നെ തൗറാത്തായിട്ട് തിരിച്ചു വന്ന ആൾക്കാരൊക്കെ പശുക്കുട്ടി ആരാധിക്കാൻ
തൗറാത്ത് ഒരു ഏറായിട്ട് കൊടുത്തുക ദേശത്തിന് സക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആളാ. പക്ഷെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഭയങ്കര സ്നേഹാസനങ്ങളൊന്നുമില്ല. നമുക്ക് 50 വത്തുള്ള 5 വത്താക്കി അള്ളാഹു മൂസാ നബി പിന്നെയും നമ്മൾ മുത്തുനബിനെ തിരിച്ചാച്ച് കാണിച്ചു തന്ന് നമ്മളോട് ഭയങ്കര സ്നേഹം മൂസാ നബിക്ക്. അതായത് അവര് നമ്മൾ അള്ളാഹു സ്വർഗത്തൊരുമിച്ച് കൂട്ടിത്തെരുമാറാകട്ടെ. മുത്തുനബി ഏതായാലും ഉണ്ടാകുമല്ലോ. ഫൈനക്ക കുന്ത അതിപ്പോ ചോദിക്കുന്നത് അതെന്താ കാരണം? ഫൈനക്ക കുന്ത അൽ ഗനമ ലി ശുഐബിൻ അലൈഹി സ്വലാത്തു വസ്സലാം. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആടുകളെ മേക്കാൻ വേണ്ടി 10 കൊല്ലത്തേക്ക് മൂസാ നബി നിങ്ങളെ വാടക എടുത്തില്ലേ? വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അതിന് വാടക എന്നെന്താ? ശുഐബ് നബിന്റെ മകളെ കെട്ടിച്ചെന്നിക്കല്ലേ, നിക്കാ ചെയ്തെന്നിക്ക. അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചപ്പോ ഫനദത്ത് സാത്തും നനമിക്കാൻ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആടിനെ മേക്കുന്ന കാലയളവിൽ ഒരാട് നിങ്ങളിൽ നിന്ന് കാണാണ്ടായിപ്പോയില്ലേ? അങ്ങനെ കാണാണ്ടായിപ്പോ ഫത്തബഅത്തഹ ജഹ്ദുഫി തലബിഹ, നിങ്ങൾ ആടിനെ തേടി അന്വേഷിച്ച് പോയിട്ട് കുറെ പ്രയാസം നിങ്ങൾക്ക് അനുഭവപ്പെട്ട് അങ്ങനെ ആട് നിങ്ങൾക്ക് കിട്ടി. അതിർത്ത ആട് നിങ്ങൾ കണ്ട് ഫലമ്മ അഹർത്ത ആ ആട് നിങ്ങൾ കൈകൊണ്ട് പിടിച്ചപ്പോൾ മമതയിലാ ഹുജിരിക്കാൻ നിങ്ങളെ മടിയിൽ കെട്ടിച്ച് കൂട്ടിയില്ലേ ആടിനെ? ആട് നിങ്ങൾ പിടിച്ചു കൂട്ടിയില്ലേ, നെഞ്ഞനോട് അടുപ്പിച്ചില്ലേ? വഖുൽ തലഹ, എന്നിട്ട് നിങ്ങൾ മൂസാ നബി ആ ആടിനോട് പറഞ്ഞില്ലേ, യാ മിസ്കീനത്തു, പാവപ്പെട്ട ആട്, അത്യാബത്തനി ഇനി ഇന്നെന്താക്കി വല്ലാണ്ട് ക്ഷീണിപ്പിച്ചു, ഞാൻ എന്നെയും ക്ഷീണിപ്പിച്ചു. എന്താ ഞാൻ നടക്കേണ്ടതെന്ന്, ഇനി നടക്കേണ്ടതെന്ന് കഷ്ടപ്പെട്ടില്ലേ? ഫബി റഹ്മത്തിക അലാ ഖൽഖി, എന്നിട്ട് അല്ല പറയാ അപ്പൊ എന്റെ സെറ്റിപ്പാകുന്ന എന്റെ സെറ്റിലാകുന്ന ആടിന് മൂസ നിങ്ങൾ കൃപ ചെയ്തില്ല. ആ കാരണത്താൽ ഇസ്തഫൈതുക, ഞാൻ നിങ്ങളെ നബിയാക്കി തെരഞ്ഞെടുത്തു. വാക്രംതുക ബിന്നുബുവത്തി, നുബുവത്തുണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിച്ചു. അല്ലാഹു തആല പറയാ മൂസ നബിയോട്. അപ്പൊ അത്രക്കും വലിയതായ തമ്മിലുള്ള സ്നേഹം മൃഗങ്ങളോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും ആരോടാണെങ്കിലും നമ്മളല്ലാത്ത എല്ലാത്തിനോടും സ്നേഹം ചെയ്യുമ്പോൾ അല്ലാഹു തആല നമ്മൾ വല്ലാതെ സ്നേഹിക്കും. അല്ലാഹു എന്നേക്കുള്ളൊരു ഉത്തമ ഉമ്മത്തികളിൽ നമ്മയും നമ്മളെ എല്ലാ ആളുകളെയും സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി സഹായിച്ചു തരുമാ അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.